പ്രേസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. എല്ലാവരും സന്തോഷവും സമാധാനവും ഇരിക്കുന്ന കർത്താവിൽ വിശ്വസിക്കുന്നു. വളരെ നാളുകളായി ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു വീഡിയോ ആണ് ഹല്ലേലൂയ, പാപത്തെപ്പറ്റി സംസാരിക്കുവാൻ. പല രീതിയിൽ ഹല്ലേലൂയ പാപത്തെപ്പറ്റി നമ്മൾ ഹല്ലേലൂയ കേട്ടിട്ടുണ്ട്. സ്തോത്രം. എന്താണ് പാപം? സ്തോത്രം. പാപം അതായത് സിൻ. എന്താണ് സിൻ അല്ലെങ്കിൽ പാപം എന്താകുന്നു? ദൈവവചനാടിസ്ഥാനത്ത് പഠിക്കുമ്പോൾ ഹല്ലേലൂയ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് പാപമാണ്. ചെയ്യരുതെന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത് പാപമാണ്. ദൈവം പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായി നാം പ്രവർത്തിക്കുന്നത് പാപമാണ്. നമ്മുടെ ആക്ഷൻ കൊണ്ടോ നമ്മുടെ ചിന്ത കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുക, അധർമ്മം ചെയ്യുക, ഇതൊക്കെ പാപത്തെ കാണിക്കുന്നു. സ്തോത്രം. അടിസ്ഥാനത്തിൽ നമ്മൾ പാപത്തെപ്പറ്റി നമുക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹല്ലേലൂയ സ്തോത്രം. ഒന്നാമതായിട്ട് ഹല്ലേലൂയ സ്തോത്രം 1 യോഹന്നാൻ 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മം ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. സ്തോത്രം. അപ്പം ധർമ്മമല്ലാത്തത് ചെയ്യുന്നത്, അധർമ്മം ചെയ്യുന്നത് ഹല്ലേലൂയ ആണ് പാപം. സ്തോത്രം. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ വായിക്കുന്നു, നന്മ ചെയ്യാതിരിക്കുന്നതും ചെയ്യേണ്ടത് നന്മ എന്തെന്നറിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്നതും പാവമാണ്. അപ്പം നമുക്കറിയാം, ഒരു വ്യക്തി ഒരു ഭാരത്തിലൂടെ കടന്നു പോകുന്നു, അല്ലെ ഒരു വ്യക്തി നമ്മളോട് സഹായം ചോദിച്ചു, നമുക്കത് ചെയ്യണം എന്ന് നമുക്കറിയാം, ചെയ്യാനുള്ള സാഹചര്യവും നമുക്കുണ്ട്. നമ്മളത് ചെയ്യാതിരിക്കുന്നെങ്കിൽ അത് പാപമാകുന്നു. സ്തോത്രം. ഒരു കാര്യം നമ്മളോട് ചെയ്യരുത് എന്ന് നമ്മളോട് ഹല്ലേലൂയ നമ്മുടെ ഇന്നർ മൈൻഡ് പറയുന്നു, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, അല്ലെങ്കിൽ വചനാടിസ്ഥാനത്തിൽ നമുക്കറിയാം ഇത് ചെയ്യരുത്, ഇത് നല്ലതല്ല, ഇത് ഇമ്മോറലാണ് എന്ന കാര്യം നമ്മൾ ചെയ്യുന്നുവെങ്കിൽ അത് പാപമാകുന്നു. സ്തോത്രം. അതുപോലെ തന്നെ ഹല്ലേലൂയ സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്തിൽ നിന്നല്ലാത്തത്, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപം തന്നെ. സ്തോത്രം. അപ്പം നമുക്ക് വിശ്വാസം, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ അത് ഹൃദയത്തിൽ അസ്വസ്ഥത വരുത്തുന്നെങ്കിൽ, നമ്മുടെ ആത്മാവിന് അത് സ്വസ്ഥതക്കേട് വരുത്തുന്നെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, നമ്മളത് നിരപ്പ് പ്രാപിക്കേണ്ട ആവശ്യമാണ്. അത് പാപ സ്വഭാവത്തെ കാണിക്കുന്നു. സ്തോത്രം. അപ്പോൾ നമ്മൾ പാപം ചെയ്യാതിരിക്കാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കഴിവതും അതിന് ഹല്ലേലൂയ ദൈവം നമുക്ക് കൃപ തരും. നമ്മളെന്നാൽ ഹല്ലേലൂയ പാപം ചെയ്താൽ അതിന് പരിഹാരവും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അല്ലെ റിപ്പീറ്റായിട്ട് സ്തോത്രം ഓരോ പ്രാവശ്യവും ദൈവം ക്ഷമിക്കുമെന്ന് പറഞ്ഞ് അതേ പാപം തന്നെ റിപ്പീറ്റ് ചെയ്യുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഹല്ലേലൂയ 3 തരത്തിലുള്ള പാപത്തെപ്പറ്റി നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. അതിനു മുമ്പായിട്ട് സ്തോത്രം ഹല്ലേലൂയ ഒരു വാക്യോടെ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. 1 യോഹന്നാൻ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, നീതികേട് സകല അനീതിയും പാപം തന്നെയാകുന്നു. അപ്പോൾ അനീതി ചെയ്താൽ അത് പാപമാകുന്നു. 1 യോഹന്നാൻ 5:17 നമ്മൾ വായിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഏതനീതിയും പാപം തന്നെ, മരണത്തിനല്ലാത്ത പാപം ഉണ്ട് താനും. സ്തോത്രം. ഹല്ലേലൂയ. 3 തരത്തിലുള്ള പാപത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന് ജന്മപാപം. ഹല്ലേലൂയ. ആദാമിൽ നിന്നും ഹവ്വയിൽ നിന്നും മനുഷ്യവർഗത്തിന് മുഴുവനും പാരമ്പര്യമായി ലഭിച്ചതാണ് ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം പ്രകൃതിയാണ്. സ്തോത്രം. ഹല്ലേലൂയ ഈ പാപം എന്ന് പറയുന്നത്. കാരണം ഏദൻ പൂങ്കാവനത്തിൽ ആദാമിനോട് ദൈവം പറയുകയാണ്, അവയോടും പറയുകയാണ്, നിങ്ങൾ വൃക്ഷത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ഹല്ലേലൂയ സ്തോത്രം തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുത്, കഴിച്ചാൽ നിങ്ങൾ സ്തോത്രം മരിക്കും. അവരോട് തിന്നരുതെന്ന് പറഞ്ഞായിരുന്നു. എന്നാൽ അവർ തിന്ന് ഹല്ലേലൂയ ദൈവ തേജസ് നഷ്ടപ്പെട്ടു, പാപം ചെയ്തു. അപ്പോൾ പാപമുണ്ട്. സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയുമെന്ന്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും ഹല്ലേലൂയ പടർന്നിരിക്കുന്നു. അപ്പോൾ സകല മനുഷ്യരിലും ജന്മപാപമുണ്ട്. സ്തോത്രം. രണ്ടാമതായി കാര്യം ചുമത്തപ്പെട്ട പാപം. സ്തോത്രം. നമുക്കറിയാം സ്തോത്രം, ആദാവിൻ്റെ പാപം മൂലം മനുഷ്യവർഗം മുഴുവനും ദൈവം മുൻപാകെ കുറ്റക്കാരനായി തീർന്നു. അപ്പോൾ ആ പാപത്തിന് പരിഹാരകനായി സകല പാപം ആരുടെ മേൽ ചുമത്തപ്പെട്ടു? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ മേൽ ചുമത്തപ്പെട്ടു. നീതി ഹല്ലേലൂയ വിശ്വസിക്കുന്നവരിലേക്ക് ഹല്ലേലൂയ സ്തോത്രം അത് വ്യാപരിക്കുവാൻ തക്കവണ്ണം, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതവനും പാപക്ഷമ ലഭിക്കുവാൻ തക്കവണ്ണം ക്രിസ്തുവിന്മേൽ പാപം ചുമത്തപ്പെടുവാൻ ഇടയായി തീർന്നു. അതാണ് ചുമത്തപ്പെട്ട പാപം. മൂന്നാമത് ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ സ്തോത്രം കാണാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം കർമ്മ പാപം. സ്തോത്രം. മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ ഹല്ലേലൂയ അനുദിന ജീവിത ചിന്തയാലോ വാക്കിനാലോ പ്രവൃത്തിയാലോ ചെയ്യുന്ന ഹല്ലേലൂയ തെറ്റുകൾ, വ്യക്തിപരമായ തെറ്റുകൾ, അതും പാപം ഹല്ലേലൂയ പാപം എന്ന് കാണുവാൻ കഴിയും. ഒന്നാമതായി ഹല്ലേലൂയ ജന്മപാപം, രണ്ടാമത് ചുമത്തപ്പെട്ട പാപം, മൂന്നാമത് സ്തോത്രം ഹല്ലേലൂയ കർമ്മ പാപം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും പാപം ഹല്ലേലൂയ സ്തോത്രം പ്രവർത്തിക്കുവാൻ
മുന്നേറുവാൻ കഴിയും. സ്തോത്രം. ദൈവമക്കളെ, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പാപത്തിൽ നിന്ന് നാം വിടുതൽ പ്രാപിക്കണം. നമുക്ക് എങ്ങനെ ജീവിതത്തിൽ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. സ്തോത്രം. പാപം ചെയ്താൽ എന്താ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? നമുക്ക് ആത്മീയ മരണം ഉണ്ടാകുന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 23-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നു. സ്തോത്രം. പാപത്തിന്റെ മരണ ശമ്പളം അത്രേ. നാം പാപം ചെയ്താൽ നമുക്ക് ആത്മീക മരണം ഉണ്ടാകുന്നു. പിന്നെ രണ്ടാമത് സംഭവിക്കുന്ന കാര്യം ദൈവമായുള്ള വേർപിരിയൽ. പാപം മനുഷ്യനെ ജീവന്റെ ഉറവിടമായി ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. നമുക്ക് ആർക്കും പാപം ചെയ്ത് വന്നിട്ട് ശേഷം കർത്താവുമായുള്ള ഇൻറ്റിമസിയിൽ, കർത്താവിനുള്ള ഡീപ്പ് ബന്ധത്തിൽ ഇരിക്കുവാൻ കഴിയില്ല. ആ പാപം നമ്മളിൽ നിന്ന് ക്ഷമിച്ചുവെന്ന് നമുക്ക് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ വീണ്ടും ദൈവമായുള്ള സ്നേഹബന്ധത്തിൽ, ദൈവമായുള്ള ബന്ധത്തിൽ, ആ സന്തോഷത്തിൽ മുന്നേറുവാൻ കഴിയുള്ളൂ. മൂന്നാമത് ഹല്ലേലൂയ, പാപം ചെയ്താൽ ശിക്ഷയുണ്ട്. നിത്യ നരകത്തിന് യോഗ്യകളായിത്തീരും. മനം തിരിയാത്ത പാപികൾക്ക് അഗ്നി നരകമെന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ പാപം ചെയ്താലുള്ള 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഒന്ന്, ആത്മീയ മരണം ഉണ്ടാകും. രണ്ടാമത്, ദൈവത്തിൽ നിന്ന് ഹല്ലേലൂയ ബന്ധത്തിൽ നിന്ന് വിള്ളലുണ്ടാകുന്നു, വേർപിരിയലുണ്ടാകുന്നു. മൂന്നാമത്, ശിക്ഷയ്ക്കർഹരായിത്തീരുന്നു. അതുകൊണ്ടാണ് ഓരോ ദിവസവും ഹല്ലേലൂയ ദൈവവചനപ്രകാരം അനേകരെ വിളിച്ചു പറയുന്നത്, മാനസാന്തരപ്പെടുവീൻ, സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ, ഹല്ലേലൂയ ഈ പാപത്തിൽ നിന്ന് മോചനം പ്രാപിപ്പീൻ എന്ന് ദൈവവചനം പറയുന്നു. സ്തോത്രം. പാപമോചനവും രക്ഷ. ഇപ്പം പാപം ചെയ്തു പോയി, അറിയാതെ നമ്മുടെ ജീവിതത്തിൽ പാപം വന്നുപോയി. എങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ കഴിയും? എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നുവെന്ന് റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ കാണാൻ കഴിയും. എന്നാൽ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ തന്റെ ജീവൻ നൽകി മനുഷ്യന് ഹല്ലേലൂയ സ്തോത്രം അവന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. സ്വന്തം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മനം തിരിയുന്ന ഏവർക്കും ഈ യേശുക്രിസ്തുവിലൂടെ പാപമോചനവും നിത്യജീവനും ലഭിക്കുന്നുവെന്ന് ദൈവവചനം ഉറപ്പ് നൽകുന്നു. 1 യോഹന്നാനും ഹല്ലേലൂയ സ്തോത്രം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ ആരെങ്കിലും പാപത്തിൽ നിന്ന് മനം തിരിഞ്ഞ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച്, യേശുവേ ഞാൻ പാപിയായ ഒരു വ്യക്തിയാവുന്നു, എൻ്റെ കുറവശങ്ങളെ ക്ഷമിക്കണമേ, നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ, നിന്റെ പൈതലാക്കി തീർക്കണമെന്ന ഹൃദയത്തിൽ വിശ്വസിക്കുകയും വായും കൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത് ദൈവത്തിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ചാൽ ഇതുവരെയുള്ള എല്ലാ പാപങ്ങളും ദൈവം അവിടുന്ന് ക്ഷമിക്കുവാൻ കഴിയും. നാൾ തോറും നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ അബദ്ധപാപങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ ഓരോ ദിവസവും ദൈവമുൻപാകെ നിരപ്പ് പ്രാപിച്ചു, ദൈവമേ എൻ്റെ പാപങ്ങളെ അവിടുന്ന് ക്ഷമിക്കണമേ, ഹല്ലേലൂയ ദൈവത്തോടുള്ള നിരപ്പിൽ ഹല്ലേലൂയ ഓരോ ദിവസവും അനുദിവസവും ഹല്ലേലൂയ നിരപ്പ് പ്രാപിച്ച് വിശുദ്ധീകരണത്തിൽ ഹല്ലേലൂയ നാം മുന്നേറുന്നുവെങ്കിൽ നിത്യജീവനെ പ്രാപിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് ദിവസങ്ങളിൽ പാപം ചെയ്യാതെ നമ്മളെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് മുന്നേറുവാൻ ദൈവം സഹായിക്കട്ടെ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും പാപത്തിൽ നിന്ന് വിടുതൽ ഇതുവരെ പ്രാപിച്ചില്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ തീർച്ചയായും പാപമോചനം ഉണ്ടാകും. അതിനായി ദൈവം ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.